ഒരു ചെറിയ കൊട്ട നിറയെ ഉണ്ണിയപ്പമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നാടൻ രീതിയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. 2 കപ്പ് പച്ചരി 2-3 മണിക്കൂർ കുതിർത്തെടുത്ത് വയ്ക്കുക. അതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് വെള്ളമില്ലാതെ അരി മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഞാൻ 1 കപ്പ് ശർക്കരയും കൂടെ ചേർക്കുകയാണ്. 1 കപ്പ് അരിക്ക് 1 കപ്പ് ശർക്കര, അതാണ് കേട്ടോ കണക്ക്. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി അടുത്ത ബാച്ചും കൂടെ അരച്ചെടുക്കണം. ബാക്കിയുള്ള അരിയും ശർക്കരയും ഇട്ട് കൊടുക്കുക. പിന്നെ 3-4 ഏലക്ക കൂടെ ചേർക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മൈസൂർ പഴമാണ് കേട്ടോ, പാളയംകോടനില്ലേ ആ പഴമാണ്. വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്തോളൂ, ഇല്ലെങ്കിൽ ഒരു 3 പഴം വരെയൊക്കെ ചേർക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഉപയോഗിക്കുന്ന ശർക്കര ഓർഗാനിക് ആയതുകൊണ്ടാണ് ഡയറക്റ്റായി ചേർത്ത്, ഇല്ലെങ്കിൽ ഇത് അരിച്ചെടുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലൊഴിച്ച് കൊടുക്കുകയാണ്. ഉണ്ണിയപ്പം മാവ് ഒരുപാട് കട്ടിയായിട്ടും ഒരുപാട് ലൂസായിട്ടും ഉണ്ടാവരുത് കേട്ടോ. കട്ടിയായാൽ വല്ലാണ്ട് ഹാർഡായി പോകും ഉണ്ണിയപ്പം. ഇനി അടച്ച് വെച്ച് 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ മതിയാവും കേട്ടോ. അതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. അല്ലാത്ത പക്ഷം ഒരു 6 മണിക്കൂർ വെക്കണതാണ് നല്ലത്. അപ്പോൾ അടുത്ത ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പിടി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. അത് നല്ല ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ എള്ള് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയം വെള്ളം പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ല കട്ടിയായി തോന്നിയത് കൊണ്ട് ഞാനിവിടെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി. ഇനി ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഓരോ കുഴികളിലായിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുക. ആദ്യം സൈഡ്സിൽ ഒഴിച്ച ശേഷം ഏറ്റവും ലാസ്റ്റാണ് നടുക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ സമയം ഫ്ലെയിം മീഡിയത്തിലായിരിക്കണം ഉണ്ടാവാൻ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അകം വേവില്ല. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കുകയും ചെയ്യും, അതുപോലെ ഹാർഡാവുകയും ചെയ്യും. അപ്പോൾ 2 വശം അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരുപാട് നേരമായിട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞാലും ഉണ്ണിയപ്പം ഹാർഡാവും കേട്ടോ. ഇതുപോലുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്